പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുനാമത്തിന് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. 12-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഒരാലോചന സങ്കീർത്തനക്കാരൻ പങ്കുവെക്കുകയാണ്. എന്താണ് ദൈവം പറയുകയാണ്? ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ഞാനിപ്പോൾ എഴുന്നേൽക്കും. എന്താണ് ദൈവം അങ്ങനെ പറയുവാനുള്ള കാരണം? 2 കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നു. ഒന്ന്, എളിയവരുടെ പീഡ. 2, ദരിദ്രന്മാരുടെ ദീർഘശ്വാസം. എളിയവർക്കെതിരെയുള്ള പീഡ ദൈവം അത് സഹിച്ച് നിൽക്കുന്നില്ല. 2, നമ്മൾ കണ്ടു ദരിദ്രന്മാരുടെ ദീർഘശ്വാസം. നാം പലപ്പോഴും ദീർഘശ്വാസം വിടാറുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോ നമ്മുടെ അടുത്തിരിക്കുന്നവർ പോലും ഒരുപക്ഷെ നമ്മുടെ ദീർഘശ്വാസം കേട്ടെന്ന് വരുന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ദീർഘശ്വാസവും നിമിത്തം ഞാനിപ്പോൾ എഴുന്നേൽക്കും. ഈ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നെടുത്ത ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഈ ദിവസത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ പുതിയ ദിവസത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഈ ശബ്ദം കേൾക്കാം. ഞാനിപ്പോൾ എഴുന്നേൽക്കും. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവം. ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ച കോളും തിരമാലകളും കാറ്റുമായി പടക് മുങ്ങുമാറായി. തണ്ടു വലിച്ചു കുഴഞ്ഞ നാഥ, ഞങ്ങൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ അലറിക്കരയുമ്പോൾ അമരത്ത് തലയണ വച്ചുറങ്ങുന്ന യേശു പടകിൽ എഴുന്നേറ്റു. കാറ്റിനെയും കോളിനെയും ശാസിച്ചു, അമരുക, ശാന്തമാക എന്ന് കൽപ്പിച്ചു. അത് ശാന്തമായി. എതിരെ നിന്ന് കാറ്റും കോളും തിരമാലകളും, പടക മുക്കുന്ന തിരമാലകളുടെ നടുവിൽ യേശു പടകിൽ എഴുന്നേറ്റു. കാറ്റും കടലും ശാന്തമായി. അങ്ങനെയാണെങ്കിൽ യേശു എഴുന്നേറ്റെങ്കിൽ ഇവിടെ പറയുകയാണ്, ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ശിഷ്യന്മാർ അലറിക്കരിഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ല. തിരമാലകളുടെ നടുവിൽ പടക് മുങ്ങുവാൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ പടക് മുങ്ങിപ്പോകുവാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുന്നില്ല. കർത്താവ് എഴുന്നേറ്റു, ശാന്തത വരുത്തി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ കലങ്ങിമറിയുന്ന, മുക്കിക്കളയുവാൻ നിൽക്കുന്ന തിരമാലകളും അടിച്ച് നമ്മെ ഒതുക്കുവാൻ, തകർക്കുവാൻ നിൽക്കുന്ന കൊടുങ്കാറ്റുകളും പെരുങ്കാറ്റുകളും ഈശാനമൂലനും ചുഴലിക്കാറ്റുമൊക്കെ നമ്മളെ തകർക്കുവാൻ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു കർത്താവ്. ഇവിടെ പറയുക, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ആര് ഈ പകലിൽ ദൈവസന്നിധിയിൽ രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്നുവോ, ദൈവത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നുവോ,
അവർക്കു വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദൈവം. ഈ പകലിൽ നമ്മൾ വിവിധ വിഷയങ്ങളുമായിട്ടാണ് മുൻപോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ ഓർക്കുക, എനിക്കാരുമില്ല എന്ന് വിചാരിക്കരുത്, എന്തായിത്തീരുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി എഴുന്നേറ്റു വരുന്ന ഒരു നല്ല ദൈവം. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്ന ദൈവിക വിടുതൽ ആഗ്രഹിക്കുന്ന, ദൈവിക വിടുതൽ, ദൈവിക ശക്തി, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ആര് ആഗ്രഹിക്കുമോ അവർക്കു വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദൈവം. ഈ പകലിൽ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കട്ടെ. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കട്ടെ. നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ